അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ഗിരിജ, മേലേപ്പുറം ഒലവക്കോട് നിന്നാണ് വരുന്നത്. ആദ്യത്തെ മരുമകൾക്ക് വേണ്ടിയാണ് പ്രസവത്തിൻ്റെ. 2 കുട്ടികളും സുഖപ്രസവമായിരുന്നു. 3ാമത്തെ കുട്ടിക്ക് സ്കാനിങ് എടുത്തപ്പോൾ കുട്ടി തലതിരിഞ്ഞ് വന്നിട്ടില്ല, ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് രക്തക്കണ്ണീർ ജപമാല അന്ന് തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ 2ാമത് കുറച്ച് സുഖമില്ലാതെ തോന്നിയപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ആയിട്ടില്ല, നിങ്ങൾ വേദന വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വേദന വന്നു, കൊണ്ടുപോയി സുഖപ്രസവം തന്നെയായിരുന്നു. അതിന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് പല്ലിൻ്റെ പറിച്ചെടുത്തതാണ്. അതിൽ അവിടെ ഒരുമാതിരി ഒരു തടസ്സം പോലെ തോന്നി. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അച്ഛനോടും ഞാൻ പറഞ്ഞിരുന്നു പല്ലുവേദന എങ്ങനെ വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ സുഖമായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിന് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, ഓപ്പറേഷൻ കൂടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ പരമായിട്ട് അത്ഭുതകരമായിട്ട് പ്രസവം ഓപ്പറേഷൻ കൂടാതെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വ്യക്തി ലൂക്ക 10:19 ചൊല്ലി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ വലിയ കൃപയുണ്ട്, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഹല്ലേലൂയ.